വെൽക്കം ടു ധന്യാസ് ഫുഡ് വേൾഡ്. എല്ലാ ദിവസവും കുക്കിംഗ് അതൊരു ഡിഫിക്കൽട്ടാണല്ലേ. അപ്പോൾ വളരെ ബിസിയായ ദിവസങ്ങളിൽ എങ്ങനെ ഈസി ആയിട്ട് അതും ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം, ഒരു സിമ്പിൾ ചിക്കൻ കറി. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി നല്ലൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ചിക്കൻ കറിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ചിക്കൻ 1 കിലോ, വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് 2 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ 1 എണ്ണം വലുത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ഇതിൽ ചേർക്കാനുള്ള മസാല പൗഡേഴ്സാണ്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ വീതം, ഗരം മസാല 1 ടീസ്പൂൺ. പിന്നെ നമ്മളിതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് തേങ്ങ ഇതുപോലെ നീളത്തിൽ മുറിച്ചത്, പിന്നെ ഒരു ഹാഫ് ലെമൺ വേണം. പിന്നെ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വഴറ്റുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മളിതിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. ഈ ഡിഷ് കോക്കനട്ട് ഓയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങുകയാണ്. ചിക്കൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ചേർക്കുന്നത് 2 വലിയ ഉള്ളിയാണ്. ഇവിടെ വലിയ ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോ ചേർക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കും. നമ്മൾ ഉപയോഗിക്കുന്ന 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ചേർക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ നല്ലതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. അങ്ങനെ ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ 2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ പച്ചമുളകും ടൊമാറ്റോയും ഒക്കെ നന്നായിട്ട് ഞെരടി ഈ മസാലയിൽ നല്ലതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാല പൗഡേഴ്സ് പച്ചയ്ക്ക് തന്നെ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്, പിന്നീട് മുളക് പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി. ഈ സമയത്ത് നമ്മൾ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കും. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ മിക്സിങ് കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോക്കനട്ട് മുറിച്ചതുകൂടെ ചേർക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലിഡ് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം ചേർക്കുന്നില്ല, പകരം നമ്മൾ കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കോക്കനട്ട് മിൽക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ സ്റ്റൗവിലേക്ക് വെച്ചു, എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തു. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം മീഡിയത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഒനിയനും ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രേവിയുടെ കൂടെ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഡ്രൈ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പത്തിനൊക്കെ കുറച്ചൊരു റോസ്റ്റ് പോലെയും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ഉപയോഗിച്ചത്. അത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. നിങ്ങൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ കറി നമ്മൾ ഉള്ളി തക്കാളി ഒക്കെ വഴറ്റിയിട്ടുണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും തോന്നില്ല. പിന്നെ തേങ്ങാപ്പാൽ വെന്തതുകൊണ്ട് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ, അങ്ങനെ വഴറ്റേണ്ട ടൈം ഒന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി ഉണ്ടാക്കി കൊടുക്കുമല്ലോ. പിന്നെ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ ഇല്ലേ, അതൊന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ എന്റെ കമ്മിങ് എപ്പിസോഡ്സിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വിഭവവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ധന്യ സൈനിങ് ഓഫ്. ബൈ.